ഈ ചെറിയുടെ മേളിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് പെയിൻറ് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളറ് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ ഡ്രോപ്ലെറ്റ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് അതേ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിന് മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കളറ് എന്താ പറയുക ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റെഡ് കളറിൽ തന്നെ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. നല്ല തിന്നായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ അതിൻ്റെ താഴത്തെ പോർഷനിൽ ചെറുതായിട്ടൊന്ന് ഷാഡോ പോലെ പെയിൻറ് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ പോർഷനിൽ ആ ഒരു മുകളിലെ പോർഷനിലും കുറച്ച് റെഡ് കളർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് താഴത്തെ ആ ഒരു കുറച്ച് പോർഷൻ പെയിൻറ് ചെയ്യാതെ ലീവ് ചെയ്യണം. അത് നമുക്കൊരു ഹൈലൈറ്റ് പോലെ വരും. ആൻഡ് ഇതിൻ്റെ ഇത്രയും കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ടും ഒരു ചെറിയ ഹൈലൈറ്റ് കൂടെ കൊടുക്കണം, ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു ചെറിയ ഒരു വൈറ്റ് സ്പോട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിലെല്ലാ ഡ്രോപ്ലെറ്റ്സും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ.